ലൈനാണ് ഇത്തിരി ലെങ്തി ആയിട്ട് കൊടുത്തേക്കാണ്. പട്ട ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് വേണ്ടെന്ന് പറഞ്ഞാലും കൂടുതൽ സെയിൽ ബ്ലാക്ക് തന്നെയായിരിക്കും. ഇന്ന് തൃശ്ശൂരാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനുണ്ടല്ലോ വയറുള്ള കൂട്ടത്തില്. അത്രയും വർക്ക് വന്നാൽ പോലും നല്ല റേറ്റ് കുറവാണ് വരുന്നത്. മെയിൻ മാസ്റ്റർ ആണെന്ന് തോന്നുന്നു. അതെ അതെ, കലംകാരി എല്ലായിടത്തും അങ്ങനെ കിട്ടില്ല കേട്ടോ കാണാൻ. ഇങ്ങനത്തെ ഈ ഒരു കോൺസെപ്റ്റില് കളർ ചേഞ്ച് ആണ് ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കണ അല്ലേ. വൈൻ കളർ വരുന്നുണ്ട്, പിന്നെ ബ്ലൂ കളർ വരുന്നുണ്ട്. ക്യാൻവർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു വെസ്റ്റേൺ പീസ് ആണ് കേട്ടോ വരുന്നത്. ആ അറ്റം വരയ്ക്ക് നമുക്ക് സ്റ്റിച്ചിങ് തന്നെയാണ് വരുന്നത് കേട്ടോ. പാന്റ് അത്യാവശ്യം വിരിവ് വരുന്നുണ്ട്. ഇതാ പിന്നില് കുത്താന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടാവും, പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർക്കാർക്ക് ഒരു പരാതിയായിരുന്നു, നമ്മൾ ഇവിടത്തെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, ഇവിടുത്തെ കടകളൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഇന്ന് തൃശ്ശൂരാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ വടുക്കര ഗേറ്റിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇത് വടുക്കര ഗേറ്റ് ആണ് കേട്ടോ. അവിടെ നിന്ന് തൊട്ട് അടുത്ത് ഇവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ലാ റോസ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഓൺ ഫാക്ടറിയാണ്. അപ്പോൾ ഇത് കാണുന്നത് ഫാക്ടറിയാണ് കേട്ടോ. ഇവർക്ക് ഇപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ട്. ആദ്യം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയായിരുന്നു, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആയിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് സൈഡ് മീൻസ് ഈ സൈഡിൽ കൂടെ കാണായാലും നമുക്ക് ലാ റോസ കാണാൻ പറ്റും. പക്ഷെ ശരിക്കുള്ള എൻട്രൻസ് അപ്പോൾ നമുക്ക് ആ കാണുന്നതാണ് വടുക്കര ഗേറ്റ്. അവിടുന്ന് ജസ്റ്റ് ഒരു 10 അടി നടക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ തിരിയേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിൽ പോയിട്ട് നമുക്ക് അവരുടെ ഫാക്ടറിയിലേക്ക് പോകാം, അവരുടെ ഓൺ യൂണിറ്റ് മാനുഫാക്ചർ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ മൊത്തം ലേഡീസിൻ്റെ കുർത്തീസ് വരും. റൈറ്റിലേക്ക് തിരിഞ്ഞ വശം തന്നെ നമുക്ക് കാണാൻ പറ്റും ലാ റോസ എന്ന് പറഞ്ഞിട്ട്. ദാ ഫുൾ വലിയ ഒരു ഫാക്ടറിയാണ്, യൂണിറ്റ് അതുപോലെ തന്നെ സാമ്പിൾ എല്ലാതും ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് വരണമെങ്കിൽ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം വരെ ഉണ്ട് കേട്ടോ. ദാ ഇത്ര അധികം പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പിൾസ് വരെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഓൺ പ്രൊഡക്ഷൻ വേണമെന്ന് വെച്ചാൽ അത് വരെ ചെയ്ത് തരുന്നതായിരിക്കും. കാരണം ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് കേട്ടോ ഇതുണ്ട്. അപ്പോൾ യൂണിറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കണ്ടറിയാൻ വരും. ഫാക്ടറിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു റീറ്റെയിൽ പോലത്തെ ഒരു ഫീലല്ല, കാരണം ഇത് യൂണിറ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ സ്വന്തം നാട് തൃശ്ശൂർ ഇഷ്ടപ്പെട്ട ഒരു നാടും കൂടിയാണ്. പിന്നെ ഇവിടെ ഒരു സുന്ദരി നിൽക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയാം ഈ ഒരു ഫേസ് കുറച്ച് ഫേമസ് ആണ് അല്ലേ. നമുക്ക് ചാനലുണ്ട്, ആ ചാനലിനെ കുറിച്ചിട്ട് നമുക്ക് മൈക്ക് വെച്ചിട്ട് പറയാം. അപ്പോൾ ഈ മൈക്ക് ഒന്ന് ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. നല്ല അടിപൊളി മുടിയാണല്ലോ, ഒക്കെ മൊത്തത്തിൽ അങ്ങോട്ട് സുന്ദരിയാണ്. അപ്പോൾ ചാനലുണ്ട്. ചാനലിൻ്റെ പേര് ലാ റോസ ബൈ ഷിബി നസീർ എന്നാണ്. നമുക്കൊരു 4 വർഷത്തോളമായിട്ട് ചാനലുണ്ട്. അപ്പോൾ നമ്മൾ റീറ്റെയിലായിരുന്നു, ഇപ്പോൾ നമ്മൾ ഹോൾസെയിലും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഇട്ടിരിക്കണതും നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ഇരിക്കണത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് ഇപ്പൊ നമുക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, അപ്കമിങ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം മുന്നേ വ്യൂവേഴ്സിന്റെ എൻ്റെ വക ഒരു വെൽക്കം ഉണ്ട് ഈ ഒരു വീഡിയോയില്. അപ്പൊ ലാ റോസയുടെ ഓണറാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ലാ റോസ എന്നുള്ളത് ചാനൽ ഇൻസ്റ്റാ, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാത്തിലും. ഫേസ്ബുക്കിലും ഇല്ലേ? എല്ലാത്തിലും. ഫേസ്ബുക്ക് അത്ര ആക്റ്റീവ് അല്ല, നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ആക്റ്റീവാണ്. ഇനി ഈ ഇട്ടിരിക്കുന്നതിന്റെ ഞാനിപ്പോ ഇത് ഞാൻ പറഞ്ഞല്ലോ അപ്കമിങ് ആണ്. അപ്പൊ അതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചു. ഓക്കെ, കളേഴ്സ്. പിന്നെ നമുക്ക് റീറ്റെയിൽ പോലെ ഒരു ഫീല് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടില്ല, കാരണം ഇത് ഹോൾസെയിൽ ആണ്. പ്രൊഡക്ഷൻ നടക്കണു, ഇവിടെ കൊണ്ടു വെക്കണു, അപ്പോഴേക്കും സെയിലായി പോകണം. പിന്നെ ഓൺലൈൻ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണ് ഇരിക്കുന്നത് ഈ ഐറ്റം? ഇത് ഇവിടെ നല്ല വർക്കുള്ള ഐറ്റംസ് കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇത് ഫുൾ സ്റ്റിച്ച് ആയിട്ടുള്ളത്. ഇതിപ്പോൾ മെറ്റീരിയൽ ആയിട്ടാണ് ഇരിക്കണേ. ഇത് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇനിയിപ്പോൾ അടുത്ത ഇതാണ് മനസ്സിലായി. ഇത് അപ്കമിങ് ആണ്, ഇത് അൺസ്റ്റിച്ചഡ് ആണ്. അതിന്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് വേറെ ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും കിട്ടും, അൺസ്റ്റിച്ചഡ് ചെയ്തിട്ടുള്ളതും കിട്ടും. വേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം. അൺസ്റ്റിച്ചഡും കിട്ടും, റെഡിമെയ്ഡും കിട്ടും. അതെങ്ങനെയാണ്? അപ്പൊ അൺസ്റ്റിച്ചഡ് എന്ന് പറയുമ്പോൾ എത്ര പീസ് എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇതിൽ 5 കളർ വരും, ചില മോഡലിൽ 6 കളർ വരും. അപ്പൊ അതിന്റെ ഒരു ഫുൾ സെറ്റ് എടുക്കേണ്ടി വരും. അപ്പൊ അത് റെഡിമെയ്ഡ് ആയാലും അങ്ങനെ തന്നെ, മെറ്റീരിയൽ ആയാലും ഫുൾ സെറ്റ് എടുക്കണം. അപ്പോൾ സെറ്റ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കിട്ടും, റെഡിമെയ്ഡ് കുർത്തീസ് കിട്ടും, പിന്നെ നോർമൽ സാധാ കുർത്തി ഉണ്ട്, 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, കോട്ട് സെറ്റ് ഉണ്ട്, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങളുടെ ചെയ്തിട്ടുള്ള നമ്മൾ തന്നെ ചെയ്യണതാണ്, നമ്മുടെ യൂണിറ്റിൽ ചെയ്യണതാണ് ഈ വർക്ക് അല്ലേ. ഓക്കെ, ഈ വർക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇത് അൺസ്റ്റിച്ചഡ് ആണ്. ഇതിന്റെ കളർ ഓപ്ഷൻസ് കൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ സ്റ്റിച്ച് ചെയ്തതും നല്ല പെർഫെക്റ്റ്. ഇവിടെ സ്റ്റിച്ച് ചെയ്തത് നല്ല കറക്റ്റ്
പെർഫെക്റ്റോട് കൂടി ഇതിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ട് ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല നമ്മള്, അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഇതിൽ തന്നെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, വേറെ ഒന്നും ചെയ്യില്ല. അത് തന്നെ കറക്റ്റ് പെർഫെക്റ്റോട് കൂടിയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പൊ ദുപ്പട്ട ഇതിന്റെ കൂടെ ആഡ് ആണോ? അതെ, ഇതിനെല്ലാം വരുന്നുണ്ട്. ബോട്ടം വരുന്നുണ്ട്, നമുക്ക് ഷാൻഡൂൺ മെറ്റീരിയൽ ബോട്ടം വരുന്നുണ്ട്. മെറ്റീരിയൽ ആണെങ്കിൽ ഇതേപോലെ കിട്ടും. ഇതിന് ആ സെയിം മെറ്റീരിയൽ തന്നെ ഷോള് വരുന്നുണ്ട്. ഫുൾ സെറ്റ് ആണ് അൺസ്റ്റിച്ചഡ് എന്ന് പറയുമ്പോൾ. ബോട്ടം ഒക്കെ നമ്മൾ ഇനി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, ഫുൾ സെറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇത് കവറിൽ ഇടണം. ഞാനിപ്പോ തൽക്കാലം ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ വേറൊരു കളേഴ്സ് ഇതാണ്. ഇതിന്റെ ഡിഫറെന്റ് കളർ ഓപ്ഷൻസ് വരുന്നത് കേട്ടോ. ചൂസ് ചെയ്യാനൊന്നുമില്ല, ഉള്ള കളർ മൊത്തം എടുക്കേണ്ടി വരും. 5 ഷെയ്ഡില് ഇതൊക്കെയാണ് ഇതിന്റെ കളർ ചാർട്ട് വരുന്നത്. പിങ്ക് വന്നിട്ടുണ്ട്. അത് എപ്പോഴും ഇങ്ങനെ മാറി മാറി വരും കേട്ടോ, ഓരോ സമയത്ത് ഓരോന്നായിരിക്കും. ഇതൊരു ട്രഡീഷണൽ ആ ഒരു കളേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞാലും ഇനി കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കാണുന്ന അപ്ഡേറ്റ് മൊത്തം ലാറോസ എന്നുള്ള ചാനൽ കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും ചാനലിൽ കാണാൻ പറ്റും. അതും കൂടാതെ വാട്സപ്പ് നമ്പറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് ഡെയിലി കളക്ഷൻസ് കിട്ടും. കളക്ഷൻസ് മാത്രമല്ല, റേറ്റും അറിയണമെങ്കിൽ ആ വാട്സപ്പ് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് റേറ്റ് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം മാർജിൻ ഇട്ടിട്ട് മറ്റുള്ള പല ഷോപ്പിലും പല മാർജിൻ ആയിരിക്കും, ഒരു ഏരിയ വൈസ് ആണ്. അതെ, അപ്പൊ നമ്മൾ പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നില്ല കേട്ടോ ഇത്രയും റേറ്റ് എങ്ങനെയാണ്. കാരണം പിന്നെ ഇപ്പൊ റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് പ്രൊഡക്ഷൻ കഴിയുമ്പോഴേക്കും ആൾക്കാർ മേടിക്കാൻ ക്യൂ ആണ്. പുറത്ത് ക്യൂ നിൽക്കേണ്ട കാര്യമല്ല പറയുന്നത് കേട്ടോ. ഓൺലൈനിൽ പ്രീ ബുക്കിംഗ് ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. ഇനി അടുത്ത കളക്ഷൻ എന്താണ്? അടുത്ത കുറേ ഉണ്ട് വെറൈറ്റീസ് കാണിക്കാനായിട്ട്. ഓരോന്നോരോന്ന് എവിടെ തുടങ്ങാൻ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. ഇതിന്റെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രാം ചെയ്ത് വരുന്ന നമ്മുടെ പ്രൊഡക്റ്റ് നെക്സ്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടത് ഡാർക്കിന്റെ ചാർട്ടായിരുന്നു. ഇത് സെയിം തന്നെ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ പറയും. ഇത് വരുന്നത് ഇനിയൊരു ഫുൾ വർക്കാണ്. ലൈറ്റ് ചാർട്ടിൽ പേസ്റ്റൽ ചാർട്ടാണ് വരുന്നത്. ഓക്കെ. ഇതൊരു ലൈറ്റ് നമുക്ക് ലാവൻഡർ ആ ഒരു ഷെയ്ഡ്. ഡാർക്ക് ഷാർട്ട് വേണ്ടവർക്ക് അതുണ്ട്, ലൈറ്റ് ചാർട്ട് വേണ്ടവർക്ക് അതുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് ഫുൾ അടി വരെ വർക്ക് വരുന്നുണ്ട്. അതും ഓൺ പ്രൊഡക്ഷൻ ആണ്, ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ളതാണ്. കട്ട് ബീഡ് വർക്ക് അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്ര വർക്ക് വേണ്ട, നമുക്ക് യോക്കിൽ മാത്രം വർക്ക് മതി എന്ന് വെച്ചാൽ പീസ് എടുക്കും. ഇപ്പൊ ഇത് ഇതിന്റെ തന്നെയല്ലേ നമുക്ക് നെക്സ്റ്റ് ഇത് സെയിം ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് കണ്ടോ? എല്ലാം നമുക്ക് ഇംഗ്ലീഷ് കളേഴ്സ് ആണ് വരുന്നത്. ഓക്കെ. ഈ ഒരു ചാർട്ടില് ഇങ്ങനത്തെ കളേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്തത് നമുക്ക് കുറച്ച് കാണാം. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ വർക്ക് പറഞ്ഞല്ലോ, ഇത് ഫുള്ളായിട്ട് വർക്ക് അല്ലേ? ഇപ്പൊ ഇത് നെക്സ്റ്റ് ടൈപ്പ് വന്നിട്ടുള്ളത് നെക്കിൽ മാത്രം നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ് ഇട്ടിട്ട് കണ്ടോ, യോക്കില് മാത്രം വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം വേണ്ടയിടത്തും മാത്രം വർക്ക് വന്നിട്ടുള്ളൂ. അത് സ്ലീവിൽ വേണമെങ്കിൽ സ്ലീവ് വെക്കുക, നമുക്ക് ഈ സൈഡ് പോർഷനിൽ വെക്കുക. എങ്ങനെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലും സ്ലീവിൽ വന്നിട്ടുണ്ട്, കയ്യിൽ ഇതിലും സ്ലീവിലുണ്ട്, എല്ലാത്തിലും സ്ലീവിൽ വരുന്നുണ്ട്. ചെറിയൊരു വർക്കായാലും സ്ലീവിൽ ഉണ്ടാവും. ചെറുതായിട്ട് അതിൽ ആ ഒരു ഷോളിൽ വേണമെങ്കിൽ നമ്മൾ ഷോളിലും വർക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഓൺ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമുക്കൊന്ന് പ്രൊഡക്ഷൻ സ്ഥലത്തേക്ക് ഒന്ന് പോയി കണ്ടാലോ? അല്ലെങ്കിൽ ഒരു 2 പീസ് കൂടി ഒന്ന് കാണിച്ചിട്ട് പോവാം. കാരണം ഇതും കാണണം അതും കാണണം എല്ലാം കൂടി കാണണം. ആകൊരു ഇതിപ്പോൾ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ളതും വരുന്നുണ്ട്. ഇത് സ്റ്റിച്ചഡ് ആണ്. ഇത് ഡാർക്ക് ചാർട്ടിൽ വരുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി ഷെയ്ഡ്. അത് ഫുൾ നെക്കിൽ ഹൈ നെക്ക് വരുന്ന പീസ്. ഹൈ നെക്കിൽ ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ശരിക്കും. ഇത്രയും വർക്ക് വന്നാൽ പോലും നല്ല റേറ്റ് കുറവാണ് വരുന്നത്. നിങ്ങളത് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് സ്ലീവിലും അതുപോലെ തന്നെ നമുക്ക് ഫുൾ ഈ ഒരു നെക്കിൻ്റെ പോർഷനിലും സെയിം വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫുൾ അതുപോലെ നെക്ക് ഹൈ നെക്കാണ്. പല മോഡൽസാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ക്ലോസ് നെക്ക് ആണെങ്കിൽ ഇത് ഹൈ നെക്കാണ്. ഇനി നോർമൽ റൗണ്ട് നെക്ക് വരുന്നുണ്ട്. എല്ലാ മോഡൽസും ഉണ്ടാവും. പിന്നെ മോഡൽസ് എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ഷൻ നടക്കുന്ന പറയുമ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് ഇങ്ങനെ ട്രൈ ചെയ്യാൻ
പുതിയ പുതിയ മോഡൽസ് ഇങ്ങനെ ട്രൈ ചെയ്യണം, പുതിയ വർക്കുകൾ ട്രൈ ചെയ്യണം. അങ്ങനെ ട്രൈ ചെയ്ത് നല്ല നല്ല കളക്ഷൻസ് നമുക്ക് ലാ റോസ തരുന്നതായിരിക്കും അല്ലേ. പിന്നെ വാട്സാപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് വെച്ചോ, എന്നാലാണ് റേറ്റ് കാര്യങ്ങൾ അറിയാം. അതുകൂടാണ് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാലും റേറ്റ് വിളിച്ചു കഴിഞ്ഞാലും റേറ്റ്. പിന്നെ കടക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു പീസായിട്ട് കൊടുക്കും, നേരത്തെ റീറ്റെയിൽ കൊടുത്താൽ ശരിക്കും നമ്മൾ റീറ്റെയിൽ ആയിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്ന, ഇപ്പോഴാണ് ഹോൾസെയിലേക്ക് മാറിയത്. പക്ഷെ ഉടനെ തന്നെ നമ്മൾ റീറ്റെയിൽ കൗണ്ടറും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ചാനലിലാണ് അനൗൺസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവരുടെ ചാനലും കൂടി ഫോളോ ചെയ്തു. അത് ഇൻസ്റ്റയിലും യൂട്യൂബും രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടും ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇവിടുന്ന് കേൾക്കാം അല്ലേ. അപ്പോൾ അടുത്തേക്ക് കേടാലോ. അടുത്തത് നമുക്ക് ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം അല്ലേ, അതായിരിക്കും നല്ലത്. ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഫുൾ എന്ന് വെച്ചാൽ ഇത് വലിയൊരു ഫാക്ടറി പോലെയാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഡിസ്പ്ലേ മാത്രമാണ്, ബൾക്കായിട്ടുള്ളത് നമുക്ക് ഇവർക്ക് വെയർ ഹൗസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വെയർ ഹൗസിൽ നിന്നായിരിക്കും നമുക്ക് ഡിസ്പാച്ച് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് പോവാം. സ്റ്റിച്ചിങ് യൂണിറ്റ് ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാല്ലേ. ഇതാണ് നമ്മുടെ യൂണിറ്റ്, ഇവിടെയാണ് എല്ലാ പ്രൊഡക്ഷനും നടക്കണേ. തിരിഞ്ഞു നോക്കിയാൽ എത്ര ആൾക്കാരാ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ. അത്രയും അധികം ഹാൻഡ് വർക്കും ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ. ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും പിന്നെ അയേണിങ് എല്ലാം ഇവിടെ തന്നെ, പാക്കിംഗ് അടക്കം ഇവിടെ നിന്നാണ് വരുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ ഇത് ഒരാൾ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹാൻഡ് വർക്ക് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാൾ അതിൻ്റെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല അടിപൊളി വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ടല്ലേ അത്. ഇത് ഫുൾ വർക്ക്. ഇത് ഒരെണ്ണത്തിനുള്ളതല്ല, ഇത് ഒരുപാട് എന്താ ടോപ്സിൻ്റെ ആണ്. ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് വെക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു പാച്ച് വർക്ക്, ഇത് നമുക്ക് സ്ലീവിലേക്ക് അല്ലെങ്കിൽ സൈഡ് വർക്ക് അങ്ങനത്തെ ഒക്കെ വർക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് വെച്ചിട്ട് പാച്ച് വർക്ക് പോലെ പോണത്. പക്ഷെ ഒരു നെക്ക് ഡിസൈൻ ആണ് സത്യത്തിൽ. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നെക്കിലേക്ക് വർക്ക് വരിക. ഓക്കെ. അപ്പോൾ അത് ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഇത് നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അപ്കമ്മിങ് ആയിട്ട് ഡിസൈൻസ് കാണാൻ പറ്റും, നല്ല നല്ല വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൻ്റെ പല കളേഴ്സിലും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളേഴ്സിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. റെഡില് അങ്ങനെ പല കളേഴ്സിലും നമുക്ക് സെയിം വർക്കൊക്കെ സെയിം പല മോഡൽസ് ആണ്. അങ്ങനെ ആ സെയിം മോഡലാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ചെയ്യുന്നത്. കളർ ചേഞ്ച് ആണ് ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കണേ അല്ലേ. അപ്പൊ ഹാൻഡ് വർക്കും ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഹാൻഡ് വർക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ മതി, ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ കൂടുതൽ ഹാൻഡ് വർക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ചെറിയ രീതിയിൽ മതി, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ മതി. അതൊക്കെ നല്ല റേറ്റ് കുറവ് മുതൽ, പക്ഷെ നമ്മുടെ പാർട്ടി വെയർ എല്ലാം നല്ല റീസണബിൾ റേറ്റിലാണ്, അഫോർഡബിൾ റേറ്റ് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ശരിക്കും. അപ്പോൾ റേറ്റ് അറിയണമെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ അഫോർഡബിൾ റേഞ്ച് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വേണോ, ഇഷ്ടപ്പെട്ട ഡിസൈൻസ് വേണോ, ഇഷ്ടപ്പെട്ട ഏത് വർക്ക് വേണമെങ്കിലും അത് പറഞ്ഞ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്തു തരും. പക്ഷെ ബൾക്കായിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ കേട്ടോ. ഇപ്പോൾ ഓരോ ഏരിയ അനുസരിച്ചിട്ട് അവർക്കാണ് അറിയാം ആ ഏരിയയിൽ എങ്ങനെയാണ് മൂവിങ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റെഫറൻസ് തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ തൃശ്ശൂർ, ഇനി അധികം ദൂരമൊന്നുമില്ല. തൃശ്ശൂർ റൗണ്ട് അല്ലെങ്കിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ വരാണെങ്കിൽ അധികം ദൂരമൊന്നുമില്ല. ഒന്നുകൂടി ലൊക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹാൻഡ് വർക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോന്നിങ്ങനെ എത്രയും സ്പീഡിൽ, അത്രയും അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇരുന്ന് ഓരോ വർക്കുകൾ ചെയ്യുന്നത് കേട്ടോ. ഇത് വേറൊരു വർക്കാണ് ചെയ്തത്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടല്ലേ ഓരോ വർക്ക്. ഓരോന്ന് അത് എവിടേക്കുള്ളതാണ്, അത് ലാസ്റ്റ് ഫൈനൽ ആകുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏത് പോർഷനിലേക്ക്. കാണുന്നവർക്ക് മനസ്സിലാവില്ല. ഇത് ശരിക്കും നമുക്ക് ബോട്ടത്തിന്റെ താഴെ വരുന്ന ഒരു പോർഷനാണ്. അതിനുള്ള വർക്കാണോ ഇത് ചെയ്യുന്നത്? ഓ, അതിന് ഐഡിയ ഉള്ളവർക്ക് അത് അറിയുള്ളൂ കേട്ടോ. നമുക്ക് പുറമേ നിന്നുള്ളവർക്ക് അത് കറക്റ്റായിട്ട് അറിയില്ല. ഇതിപ്പോൾ ഡിസൈൻസ് വരച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ വർക്ക് കഴിഞ്ഞ് ഫുൾ എന്തൊരു സ്പീഡിൽ അവർ ചെയ്യണം. അത് കട്ട് ബീഡ് വർക്കിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര സ്പീഡാണ് അവർക്ക് ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ മാസ്റ്റർ ആണെന്ന് തോന്നുന്നു. അതെ അതെ, മാസ്റ്റർ ഹിന്ദിക്കാരനാണോ? നമസ്തേ, कैसे हो? अच्छा है, आप कैसे? बहुत बढ़िया. क्या कर रहे हो भैया? कटिंग कर रहा हूँ കുർത്തീസ് കാ. കുർത്തീസിൻ്റെ. അപ്പം മെയിൻ മാസ്റ്ററാണ് ഇവരാണ് നമുക്ക് ഡീറ്റെയിൽ ഒക്കെ ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ. ഈ മാസ്റ്ററാണ് ഇവിടെ ഇതുപോലെ വിരിച്ചിട്ടിട്ട് കട്ട് ചെയ്യണതും. ഈ ഒരു ടേബിളിലാണ് നമ്മൾ ഹോൾസെയിൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കട്ട് ചെയ്യണ ടേബിളാണ് ഇത്.
ഇത് കട്ട് ചെയ്യുന്ന ടേബിൾ അതുപോലെ മാസ്റ്റർ ഇരുന്നിട്ട് ഓരോന്ന് മെഷർമെന്റ് ഇതിപ്പോൾ സാമ്പിളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര അട്ടി ആയിട്ടുള്ള 50 പീസ് 100 പീസിൻ്റെ കട്ടിംഗ് ആയിട്ട് ചെയ്യണം. പക്ഷെ ഒരു സാമ്പിൾ അടിച്ചതിന് ശേഷം മാത്രമാണ് ഫുൾ മെയിൻ വർക്കിലേക്ക് നോക്കിയിട്ട് ഫിറ്റിംഗ്സ് ഒക്കെ ഓക്കെ ആണെങ്കിലാണ് അതുപോലെ മാർജിൻ ഇട്ടിട്ടും അതൊക്കെ ഇവിടുന്ന് ഒരെണ്ണം തയ്ച്ച് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമാണ് അത് മെയിൻ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നത് നമുക്ക് 1 മീറ്റർ അല്ല, ഇത് കിട്ടാ 6 മീറ്റർ 6 മീറ്റർ കേട്ടോ. 6 മീറ്ററിന്റെ ലെയറായിട്ട് ഇങ്ങനെ അത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഇത് പെർഫെക്റ്റ് ആയതിനു ശേഷം അത് ഫുൾ ഇങ്ങനെ 5-6 ലെയറുള്ള ആ തുണികൾ ആ മൊത്തം ലെയർ 6 മീറ്ററിന്റെ ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് അളന്നെടുത്തിട്ട് അത് കട്ടിങ് ചെയ്യും. പാറ്റേൺസ് ആയിട്ട് കട്ട് ചെയ്യും. ഇത് വെച്ചിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യും. ഇതിപ്പോ ഈ ഒരു വർക്കിന്റെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഈ കോൺസെപ്റ്റ് ഒക്കെ ആയേगा ബെൽറ്റ് നെക്കിന്റെ യോക്കിന്റെ ബെൽറ്റ് ആണെന്നാ പറയണത്. ഒരു 2 സൈഡ് പിന്നെ ഒരു നെക്കും അങ്ങനെയായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ അത് തന്നെയുള്ള സ്റ്റിച്ചിങ്ങിന്റെ തയ്യാറെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പല കളേഴ്സ് ഉണ്ട് അല്ലേ. ഇതാ ഇത് അടിപൊളി വർക്കാണല്ലോ, സൂപ്പർ. ഇതാ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം, നമുക്ക് ഇതിലും ഗോൾഡ്, ബ്ലാക്ക് അതുപോലെ തന്നെ സിൽവർ 3 കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഹാൻഡ് വർക്കിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇനി അടുത്തേക്ക് കിടക്കാം. ഇത് ഫുൾ അപ്പോൾ കട്ടിങ് അതുപോലെ തന്നെ അതിൻ്റെ അളവും കാര്യങ്ങളും നോക്കണ ഒരു ഏരിയ ആണ്. പിന്നെ അപ്പുറത്തെ സൈഡ് എന്താ, അതും സെയിം തന്നെയാണ്. ഈ ഫുൾ അപ്പോൾ ടേബിൾ ഈ ഒരു കട്ടിങ് സ്റ്റിച്ചിങ് അത് കട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയാനായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റിച്ചിങ് ഇപ്പോൾ ബ്രേക്ക് ആയതുകൊണ്ട് കുറച്ച് പേര് ചായ കുടിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ബ്രേക്ക് എടുത്തിട്ടാണ് പോവുക. അപ്പോൾ ഈ ഒരു വർക്ക് കാണിക്കാണ്ടിരിക്കാൻ പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ വർക്കാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കളർ കൂടിയാണ് ബ്ലാക്കിലെ ഒരു എനിക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹരാണ്. കൂടുതൽ ബ്ലാക്ക് തന്നെയാ പോവാ. അതെ, ബ്ലാക്ക് വേണ്ടാന്ന് പറഞ്ഞാലും കൂടുതൽ സെയിൽ ബ്ലാക്ക് തന്നെയായിരിക്കും. എങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ നിർത്താൻ നോക്കിയാലും പിന്നെയും ആ ബ്ലാക്ക് കളർ പ്രൊഡക്ഷനിലേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്കില് വെൽവെറ്റിന്റെ പാച്ച് വർക്ക് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടാണ്ട് നമുക്ക് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. ഇത് ഫുൾ ഫിനിഷ് ആയിട്ടില്ല, ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഫിനിഷ് ചെയ്ത് കറക്റ്റ് ആ മാർജിൻ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം ഇത് പുറത്ത് നമുക്ക് സെയിലിന് വരുള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. ഇത് പാറ്റേണും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പല പല പാറ്റേൺസ് നിങ്ങൾക്ക് യൂട്യൂബ് ത്രൂ ആയാലും കാണാൻ പറ്റും. എൻ്റെ കേട്ടോ ലാ റോസ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഞാൻ ഇവരെ എന്താ പറയുക ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം നന്നായി ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഇൻസ്റ്റയിൽ ഞാനിപ്പോൾ അടുത്താണ് ആക്റ്റീവ് ആയത്. യൂട്യൂബിലായിരുന്നു മെയിനായിട്ട്. യൂട്യൂബിൽ അത്യാവശ്യം നല്ല 2 ലാഖിന് മേലെ 1,50,000 ആണ്. അതിപ്പോൾ പെട്ടെന്ന് കുറച്ച് ബ്രേക്ക് വന്നതുകൊണ്ട് ആ ഒരു ബ്രേക്കിൻ്റെ കഥയും കൂടി കേൾക്കാനുണ്ടായിരുന്നു. പേഴ്സണൽ ആണോ? പേഴ്സണൽ അല്ല, ചാനലുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയണതാണ്. എന്നാലും ഒന്ന് നമ്മളെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവർക്ക് ഞാനൊരു ലിവർ ഡോണറാണ്. ഹസ്ബൻഡിന് ലിവർ ഡൊണേറ്റ് ചെയ്തു. പക്ഷേ ഇക്കാടെ കാര്യം അറിയാമല്ലോ, റിജക്റ്റ് ചെയ്തു. സർജറിക്ക് ശേഷം ലിവർ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ റീറ്റെയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ബ്രേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പുറത്ത് പോയി പർച്ചേസ് ചെയ്യാൻ ഇൻഫെക്ഷനൊക്കെ ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് പുറത്ത് പോയി പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചാനലുള്ളതുകൊണ്ട് കുറേ പേർക്ക് അറിയാം, നമ്മൾ കുറേ നാളായിട്ട് റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് നാൾ ബ്രേക്ക് ആയപ്പോൾ അത്രയും നമ്മൾ റെൻറ്റിനായിരിക്കുമല്ലോ, അപ്പോൾ അത്രയും റെൻറ്റ് കൊടുത്ത് കുറേ നാൾ വെറുതെ ഇടേണ്ടി വന്നു. അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ ഒരു യൂണിറ്റായിട്ട് നമ്മുടെ ഓൺ പ്രൊഡക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നാലും ഇത്രയും വലിയൊരു ട്രാജഡി ജീവിതത്തിൽ നടന്നു. ഹസ്ബൻഡ് ഇപ്പോൾ കൂടെ ഇല്ല, എന്നാൽ പോലും ആസ് എ വുമൺ ഇപ്പോഴും ആ ഒരു സ്റ്റാൻഡ് ബൈ പിടിച്ച് നിന്നിട്ട് ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു കൊല്ലത്തോളമായി. അതിന് ഒരു വുമൺ എന്നുള്ള നിലയ്ക്ക് മറ്റൊരു വുമണിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് പിന്നിൽ കുത്താന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടാവും, പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് എല്ലാ വുമൺസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ ആദ്യം മൈജീര മോളിലായിരുന്നു. ഫുൾ കഥ എനിക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ന് ആദ്യമായിട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കലും ചാനൽ വൈ കാണലും അങ്ങനെയൊക്കെ ഉണ്ട്, ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മൈജീര മോളിലും ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ആ ഷോപ്പ് നിർത്തി വെക്കേണ്ടി വന്നു, കാരണം ഇങ്ങനെ കുറേ പേഴ്സണൽ ഇഷ്യൂസ് കാരണം. പക്ഷേ ഇപ്പോൾ വീണ്ടും ലാ റോസ വീണ്ടും കയറി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് പുതിയ രൂപത്തിൽ നമ്മുടെ ഹോൾസെയിൽ എന്നുള്ള രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തേക്ക് കിടക്കാം കുറേ കഥകൾ ഇനി. ഓക്കെ, സ്റ്റിച്ചിങ്ങിൻ്റെ
ഒരു സെക്ഷനാണ്. ഈ ഒരു ഫുൾ സെക്ഷൻ കേട്ടോ. അതായത് ഫുള്ള് ഇവിടുന്ന് മൊത്തം സ്റ്റിച്ചിങ് ആ അറ്റം വരയ്ക്ക് നമുക്ക് സ്റ്റിച്ചിങ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് കുറച്ച് ഇത് ചെയ്തിട്ടിട്ടുള്ളതാണ്. ഇത് നോർമൽ വർക്ക് ഇല്ലാത്തതാണ് അല്ലേ? കുർത്തി, സിമ്പിൾ കുർത്തി, സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഓവർലോക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. ഇവിടെ ഓവർലോക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ ഫുൾ കഴിഞ്ഞു ഇടലും പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർ. അടുത്തത് എടുക്കട്ടെ. അപ്പോൾ ഓവർലോക്ക്, അപ്പോൾ സ്റ്റിച്ചിങ് കൂടി ഞാൻ കാണിച്ചാൽ അത്രയും പെർഫെക്റ്റ്, സൈഡൊക്കെ പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഓരോരോ കുർത്തീസും നമ്മുടെ കയ്യിൽ വരുന്നത് തന്നെ കേട്ടോ. അതുവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ട്രിമ്മിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു കുർത്തി നമുക്കൊന്ന് നോക്കിയാലോ. എന്നുവെച്ചാൽ ഇനി ഇതിലും പണിയുണ്ട്. ഫിനിഷല്ല, ഇനി അയണിങ് ഉണ്ട്. അതെ, ഇതൊരു ബട്ടൺ വരുന്ന മോഡലാണ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം ബട്ടൺ വെക്കണം നമുക്ക് ഇവിടെ അല്ലേ? ഇവിടെ ബട്ടൺ വരും. ഈ ഒരു ഓപ്പണിങ് വരെ ബട്ടൺ വരും. ഇപ്പം ഇത് XXL ആണ്, അതാണ് കുറച്ച് സൈസ് കൂടുതൽ പോലെ. XXL സൈസാണ് ഇത്. നമുക്ക് ഇവിടെ ബട്ടൺ വരും. സെമി വെസ്റ്റേൺ ആ ഒരു ടൈപ്പാണിത് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇത് അപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഷോറൂം എന്ന് പറയുന്നത് സാമ്പിൾ ഏരിയയിലേക്ക് കിടക്കണമെങ്കിൽ ഇത് ഫുൾ ഫിനിഷ് ആയതിനു ശേഷം അത് അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഇത് ഒരു 80-90% വരെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടിയും ബാക്കിയുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു ട്രിമ്മർ, ഈ ത്രെഡൊക്കെ കട്ട് ചെയ്ത് ഫിനിഷിങ്ങും കൂടെ ബാക്കി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ എല്ലാം വർക്ക് ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അങ്ങനത്തെ കുറേ വർക്കുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുറേ വർക്കുകളുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഇത് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് അത് കയറ്റണം. ഓക്കെ. അപ്പോൾ ഇത് സെറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ സെറ്റ് വരിക? അതിൽ ഏതൊക്കെ സൈസസാണ് വരുന്നത്? ഇതിൽ ഇപ്പോൾ ലാർജ് XXL ആ ഒരു സൈസിലാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ. 2 സൈസാ 3 സൈസാ വരാ? ഇപ്പോൾ ഇതിലുള്ളത് 2 സൈസ്. അപ്പോൾ 2 സൈസിന്റെ ഇത് സെറ്റ് ഒരെണ്ണം അയൺ ചെയ്തത്. ശരിക്കും ഇത് നമ്മളുണ്ടല്ലോ വേസ്റ്റ് ആവാത്ത രീതിയിൽ വെച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസിന് ലാർജ് ജസ്റ്റ് ഓൾട്ടർ ചെയ്ത് ഇടാൻ പറ്റും. XL വേണ്ടവർക്ക് XXL ഒന്ന് ജസ്റ്റ് ഓൾട്ടർ ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഇതിലിപ്പോൾ ഒരു സൈസ് കട്ടായി ഷോപ്പിൽ വെറുതെ ഇരിക്കുക, ഡെഡ് സ്റ്റോക്ക് പോലെ വരാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാർജ് സൈസ് ഇപ്പോൾ റീറ്റെയിൽ എടുക്കണവരാണെങ്കിൽ അവർക്ക് മീഡിയം ആയാലും ഇത് ഓൾട്ടർ ചെയ്തിട്ട് ഉപയോഗിക്കാം. ലാർജ് സൈസ് ആയവർക്ക് അവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ XL എടുക്കുകയാണെങ്കിൽ അവർക്ക് XXL സൈസ് എടുത്ത് ജസ്റ്റ് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ XLകാർക്ക് ഉപയോഗിക്കാം. ഇത് ഷോപ്സിനെ മെയിനായിട്ട് നോക്കിയിട്ടാണ്. റീറ്റെയിലിൽ നമ്മൾ ഫുൾ സെറ്റ് അടിക്കാറുണ്ട്. സ്മോൾ മുതൽ 5XL വരെയും റീറ്റെയിൽ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഇനി ഉടനടി റീറ്റെയിലും കൂടി സ്റ്റാർട്ടാക്കും. അതിനുവേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഒരെണ്ണം നിവർത്തി കാണിക്കുന്നത് അയണിങ് ചെയ്തതായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഇതൊരു വെസ്റ്റേൺ ടൈപ്പ് ആണ്. ഇതിന് ഡെനിം ജാക്കറ്റ് വരുന്ന ഒരു മോഡലാണ്. ജാക്കറ്റ് വേറെ എവിടെയോ ഇരിക്കുന്നുണ്ട്. ഓവർകോട്ടായിട്ട് ഡെനിം ജാക്കറ്റ് വരും. ഇത് ജോർജറ്റിൽ ഒരു ഫുള്ളായിട്ട് വരുന്ന ഗൗൺ ഫ്ലോർ ടച്ച് ആയിട്ട് വെസ്റ്റേൺ ഡ്രസ് ആണ്. ഓക്കെ. ഇത് ഫുൾ വെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ സെക്ഷൻ പല സ്ഥലത്തായിട്ട് ഇരിക്കണം. ഇതൊക്കെ ആക്കി അവിടേക്ക് അപ്പുറത്തേക്ക് വരണം. അത് കൂടാണ്ട് ഇവിടെ കുറേ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ എടുത്തോ. ഓക്കെ. ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല പ്രിറ്റി കളക്ഷനാണ്. യോക്ക് വേറെ ഡിസൈൻ ആയിട്ടുള്ളത്, അതുപോലെ അടിയിൽ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ്. ഇത് കൂടാണ്ട് ഇതിൽ സ്ലീവിലും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഹാൻഡ് വർക്കിന് ഒരു കുറവില്ല. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കും കൂടിയാണ് കേട്ടോ. അങ്ങനെ പല പല മോഡൽസ് നമുക്ക് ഹാൻഡ് വർക്കിൽ കാണാൻ പറ്റും. ഇതൊക്കെ നല്ല സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ്? മെറ്റീരിയലും ഉണ്ട്. കോട്ടൺ, റയോൺ, ജോർജറ്റ് എല്ലാ മെറ്റീരിയലും വരുന്നുണ്ട്. അങ്ങനെ പലതരം മെറ്റീരിയൽസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ടത് സിംഗിൾ കുർത്തീസാണ്. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 പീസിൽ വരുന്ന കളക്ഷൻ ആണ്. ഫുൾ സെറ്റ് ആണ്. തുപ്പട്ടി ഉണ്ട് അല്ലേ? ദുപ്പട്ടയും വരുന്നുണ്ട്. ഫുൾ സെറ്റിൽ ശരിക്കും സ്ലിറ്റഡിൽ ഹാൻഡ് വർക്ക് കുറവാണ് നോർമൽ വരാറ്. ഇത് നമ്മൾ ഈ ഹാൻഡ് വർക്ക് തന്നെ സ്ലിറ്റ് ഉള്ളിലും കൊണ്ടുവന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി വെയർ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. കോട്ടണിൽ പാർട്ടി വെയർ സെറ്റ് കേട്ടോ. ഈ യോക്കിൽ വർക്ക് വന്നത് കൊണ്ട് ഇല്ലാതെ നമുക്ക് എപ്പോഴും കിട്ടും. ഈ ഒരു സ്ലിറ്റഡിൽ ഹാൻഡ് വർക്ക് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അതിന്റെ കളർ ഓപ്ഷൻസ് ഉണ്ട്. 3 പീസിന്റെ സെറ്റിൽ കൂടുതൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറേ കാണാണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ഇനി എന്നാൽ അപ്പുറത്തേക്ക് പോയാലോ, അപ്പുറത്ത് പോയിട്ട് കണ്ടാലോ എങ്ങനെയാണ് ഇനി കൂടുതൽ കളക്ഷൻസ്. ഇത് കൂടാണ്ട് ഇവിടെ അയണിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അയണിങ് സെക്ഷനാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇപ്പുറത്തെ സെക്ഷനിലാണ്. ഈ ഒരു സൈഡിൽ ഇവിടെ സ്റ്റോക്ക് അല്ലേ? ഇത്
കുറച്ച് റീറ്റെയിലിന്റെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ സാമ്പിൾസ് തയ്ച്ചു വെച്ചത് അങ്ങനത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് കുറേ തയ്ക്കാനുള്ളത് മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കണ്ടാൽ നമുക്ക് ആകെ തലയ്ക്ക് മേലേക്ക് പോകും. പക്ഷെ ശരിക്കും ഫുൾ വർക്ക് കണ്ടിട്ടുള്ളത് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് സാമ്പിൾ ഏരിയയിൽ തന്നെ പോകണം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വരും. സാമ്പിൾ ഏരിയ. ഇപ്പോൾ സാമ്പിൾ ഏരിയയിലേക്ക് വന്നു. നമുക്ക് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു മോഡലല്ലേ അവിടെ, അതവിടെ സാമ്പിൾ ആയിരുന്നു. ഇവിടെ നമ്മളിങ്ങനെ സെറ്റ് വൈസ് ആയിട്ട് വെച്ചേക്കാണ്. ഇതേപോലെ ഇതില് സൈസ് എന്ന് പറയുമ്പോൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 3 സെറ്റ് ആണ് കേട്ടോ ഇരിക്കുന്നത്. അതിന്റെ കളേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ അവിടെ ഫുൾ ഓപ്പൺ ആക്കി കാണിച്ചത് കൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. അതിന്റെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. 2 പീസ് ഉണ്ട്, 3 പീസിന്റെ സെറ്റും വരുന്നുണ്ട്. ഹാൻഡ് വർക്ക് വരുന്ന ബ്ലൂയിലും പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് നല്ല അടിപൊളി പച്ച നീലിയൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല കളറാണല്ലോ അത്. ഇത് നമുക്ക് കുർത്തി ഷോൾ സെറ്റാണ്. ഓക്കെ, എന്നുവെച്ചാൽ 2 പീസ് ആണ്. ഇത് പാൻറ് വരില്ല. അപ്പോൾ ടോപ്പും അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന അതും നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഫുൾ ഹാൻഡ് വർക്ക് കേട്ടോ. അതിൽ പിന്നെ കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലാക്ക് വരുന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് കോമൺ ആയിട്ട് വരും. ഈ ഒരു ബാക്കിയുള്ള ഷെയ്ഡ് വേറെ മാറ്റി വരും. എന്ന് വെച്ചാൽ ഗ്രീനിന് പകരം നമുക്ക് പല കളേഴ്സ് വൈൻ കളർ വരുന്നുണ്ട്, പിന്നെ ബ്ലൂ കളർ വരുന്നുണ്ട്. ഇങ്ങനെ 3 കളറാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഈ 3 കളർ എടുക്കണം അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ? ഇല്ല, അത് ഇഷ്ടമുള്ള കളർ എടുക്കാം. അതെ, അല്ല എനിക്കറിയാം. എന്നാലും നമുക്ക് അവരുടെ ഒരു നമ്മുടെ ഏരിയയിൽ എന്ത് പോവും അത് നോക്കിയിട്ട് എടുക്കണം. പക്ഷെ അത് സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. കെട്ടില് 3 അല്ലെങ്കിൽ 4 പീസ് ഉണ്ടെങ്കിൽ ആ 3-4 പീസ് തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അത് ഓപ്പൺ ചെയ്തില്ല. നേരത്തെ കണ്ട അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ കെട്ടായിട്ട് ഇങ്ങനെ ഇത് കൊറിയർ അയച്ചു കൊടുക്കൂല നിങ്ങൾ? കൊറിയർ അയച്ചു കൊടുക്കും. അപ്പോൾ ഓൺലൈനിൽ വേണമെങ്കിൽ ഓൺലൈനിൽ നമുക്ക് വരുത്തിക്കണതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണല്ലോ. അതായത് നമ്മൾ റയോൺ ആണ്. നമുക്ക് ഏത് ടൈമിലും നല്ല കംഫർട്ടാണ് ഇത് വെയർ ചെയ്യാനായിട്ട്. ഇത് 2 പീസ് തന്നെയാണോ? ഇത് 2 പീസ് ആണ്. ജോർജറ്റ് ഷോള് വരുന്നുണ്ട്. ഈ ഒരു നമുക്ക് മേലത്തെ ഈ ഒരു പാറ്റേൺ ആണ് ഇതിന് ബോർഡർ വന്നിട്ടുള്ളത്. ഇത് യോക്കിൽ വേറെ വർക്ക്, അതുപോലെ തന്നെ അടിയിൽ പ്ലെയിൻ ആണ്. ഇതിന്റെ കൂടെ ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ ജോർജറ്റിന്റെ, അതിന്റെ സൈഡിൽ ഇങ്ങനെ പാച്ച് വർക്ക്. അതും ആ ഒരു മെറ്റീരിയൽ തന്നെ തൊടുമ്പോൾ തന്നെ ഒരു ഭയങ്കര കംഫർട്ടബിൾ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ കളർ വരുന്നുണ്ട്. ഇതിൽ ബ്ലൂ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 കളർ ഓപ്ഷൻസ് അല്ല, 3 കളർ ഉണ്ട് കേട്ടോ. എന്തായാലും അത് നിങ്ങൾ ചാനൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ വാട്സാപ്പിൽ നമ്മളിപ്പോൾ ജോയിൻ ചെയ്താൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താ? ആസ് എ കസ്റ്റമർ നമുക്ക് എല്ലാ ദിവസവും പുതിയ മോഡൽസ് വന്നുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും നമ്മൾ പുതിയ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്താ മെറ്റീരിയൽ ഇവിടെ വന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. അപ്പോൾ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ദൂരെയുള്ളവർക്ക് നമ്മൾ ഇവിടെ നിന്ന് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ബൾക്കായിട്ട് ഇത്ര പീസ് വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്ത്, ഇപ്പോൾ ഒരു പാറ്റേണിൽ തന്നെ നമുക്കൊരു 50 പീസ് 100 പീസ് അങ്ങനെ പറയുകയാണെങ്കിൽ അതും എല്ലാം ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം ഹോൾസെയിലാണ്. അപ്പോൾ റീറ്റെയിലിൽ അത്യാവശ്യം മുന്നേ തന്നെ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലോ. കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നമ്മൾ പ്രീ ബുക്കിങ്ങിലും ചെയ്തു കൊടുക്കും. ഓക്കെ, പിന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. 7 കൊല്ലമായിട്ടുണ്ട്. 7 കൊല്ലമായോ? 7 കൊല്ലമായിട്ടുണ്ട്. ഓ, എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് 5 കൊല്ലം അല്ലേ? അങ്ങനെയാണ് ചാനൽ ത്രൂ ആണ് നമ്മൾ പരിചയം. പക്ഷെ അതിന് മുന്നേ കടയുണ്ട്, ഷോപ്പുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ തൃശ്ശൂർക്കാർക്കൊക്കെ അറിയുകയാണെങ്കിൽ ഞങ്ങൾ ടൗണിൽ വരുമ്പോഴും പോകുമ്പോഴും ഈ കാണുന്ന എല്ലാ റോസും അവിടെ മൈജീര അവിടെ നിന്ന് പോയാൽ മതി. കാരണം ഇവരുടെ ഷോപ്പ് ടച്ച് ചെയ്യാണ്ട് നമുക്ക് പോകാനേ പറ്റില്ല. യൂട്യൂബിൽ അത്രയും ആളുകൾ സ്റ്റാർട്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കുറച്ച് അത് കൊറോണയുടെ ആ ഒരു ടൈമിൽ നല്ല ക്ലിക്കായിരുന്നു. പിന്നെയാണ് കുറെ ചാനൽസ് ഇങ്ങനെ പുതിയത് വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇത് 2 പീസിന്റെ നമുക്ക് കോഡ് സെറ്റ് ആണ്. ജോർജറ്റില് കോഡ് സെറ്റ് ആണ് വരണേ. എല്ലാ ടൈപ്പും ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ കളേഴ്സ് വരുന്നുണ്ട്. നല്ല കളേഴ്സ് ആണ്. ഇത് 2 പേസ്റ്റൽ കളറും പിന്നെ നമുക്കൊരു ബ്ലാക്കും. അപ്പൊ ബ്ലാക്ക് എല്ലാവർക്കും കുറച്ചുകൂടി കണ്ണിൽ ഇഷ്ടപ്പെടുന്ന ഒരു കളർ. ബ്ലാക്ക് ഇപ്പൊ ഇതിൽ കുറെയൊക്കെ പോയി തുടങ്ങി. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് ബ്ലാക്ക് കുറച്ച്
കുറവാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്ത് തരാം. റീപ്രൊഡക്ഷൻ നമുക്ക് വീണ്ടും തുടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ. പിന്നെ ലൊക്കേഷൻ ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താലോ എങ്ങനെയാണ്? ലൊക്കേഷൻ വരുന്നത് ഇത് തൃശ്ശൂര് വടൂക്കരയാണ്. വടൂക്കര ഗേറ്റിന്റെ അവിടെ നിന്ന് ജസ്റ്റ്, വടൂക്കര ഗേറ്റ് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. അവിടുന്ന് ഗേറ്റിന്റെ അവിടെ നിന്ന് ജസ്റ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കാണാൻ പറ്റും. നിങ്ങൾ ഗേറ്റിന്റെ അവിടെ നിന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ബോർഡ് കാണാൻ പറ്റും. ബോർഡ് ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇൻട്രോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ജസ്റ്റ് കാണിക്കുന്നത്. പക്ഷേ എൻട്രൻസ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നൊരു റൈറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി സമയം എത്ര മണി തൊട്ട് എത്ര മണിയാണ് വരുന്നത്? ഇവിടെ നമ്മൾ 9:30 മുതൽ രാത്രി 8 മണി വരെയൊക്കെ. പിന്നെ സൺഡേ ഉണ്ട് അല്ലേ? ഓക്കെ. സൺഡേ സാധാരണ കുറേ ഷോപ്പ് ഇല്ല, പക്ഷെ നമുക്ക് സൺഡേ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതും 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഈ മെറ്റീരിയൽ ഒക്കെ അല്ലേ ശരിക്കും ഇങ്ങനെ തൊട്ട് ഫീൽ ചെയ്തിട്ട് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന മെറ്റീരിയലാണ്. അതുപോലെ ദുപ്പട്ട ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. പാന്റ് ഇല്ല. അപ്പൊ പാന്റ് ഇല്ലാത്തതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും ഇതിന് നമുക്ക് ബ്ലാക്ക് ഇടാം. അപ്പൊ പിന്നെ നമ്മൾ ഒരു ബോട്ടം വെച്ചിട്ട് കൂടുതൽ പൈസ ആക്കണ്ട. എന്തായാലും ബ്ലാക്ക് ബോട്ടം ഇല്ലാതെ ആരും ഉണ്ടാവില്ല. ബ്ലാക്ക് പെയർ ചെയ്യാലോ. വൈറ്റ് ഇതൊക്കെ ആ ഒരു റേറ്റ് നമുക്ക് ഇതിൽ കുറച്ച് കിട്ടും കസ്റ്റമേഴ്സിന്. അതെ, നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന്, നിങ്ങളുടെ കസ്റ്റമേഴ്സിനായാലും എല്ലാവർക്കും അതൊരു ബെനിഫിറ്റ് ആണ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് പ്രിന്റ്, ചെറിയൊരു പ്രിന്റ് വ്യത്യാസം വരുന്നുണ്ട്. ബ്ലാക്കിൽ തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് തന്നെ സെയിം തന്നെയാണ്, വ്യത്യാസം. ഏകദേശം വർക്കൊക്കെ സെയിം തന്നെയാണ്. ഇത് സെയിം തന്നെയാണ്, ഈ പ്രിന്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ന് കണ്ടതാവില്ല, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ട്രെൻഡിലുള്ള സാധനങ്ങൾ എപ്പോഴും ഷോപ്പിൽ ഇതിൽ നമുക്ക് ഫുൾ സെറ്റ് ആണ്. ഓക്കെ. റയോണിന്റെ തന്നെ ടോപ്പ് അജ്രക്കാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത്, യോക്ക് കൊടുത്തിട്ടുള്ളത്, ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട്. റയോൺ തന്നെയാണ് ബോട്ടം വരുന്നത്. ബോട്ടം നല്ല മെഷർമെൻ്റ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിലും വർക്ക് ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയുടെ എൻഡിലും ഒരു ഗോട്ട ലേസ് കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആയതുകൊണ്ട് ചെറിയൊരു ലേസും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിരിവ് നോക്കുകയാണെങ്കിൽ പാൻറ്റ് അത്യാവശ്യം വിരിവ് വരുന്നുണ്ട്. ഇതാ ഈ ഒരു വീഡിയോ നമ്മൾ ഊഹിച്ചാൽ മതി. മുമ്പൊക്കെ വരുമ്പോ ബോട്ടം ഇരിക്കുമ്പോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, ആ ഒരു ഇത് നമ്മൾ മാറ്റിയെടുത്തിട്ടാണ് നമ്മുടെ പാറ്റേൺസ് ചെയ്യണേ. ഓക്കെ. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടോപ്പ് കംഫർട്ട് അല്ലെങ്കിലും അടിയിൽ ഇടുന്ന സാധനം അത് ഭയങ്കര അല്ല, നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ നിൽക്കാം. പക്ഷെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. അപ്പൊ അടുത്തത് നമുക്കൊരു ജയ്പൂരി കളക്ഷൻ അല്ലേ? ആ പ്രിന്റിൽ തന്നെ ഇത് കോഡ് സെറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. ഇത് ഗോട്ടാ ലൈസ് ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത്, പോം ലൈസ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കോഡ് സെറ്റ് ആണ്. കോട്ടൺ കോഡ് സെറ്റ് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആണ്. അപ്പൊ നമ്മൾ പല ജോർജറ്റിൽ ചെയ്യുന്നുണ്ട്, റയോൺ ചെയ്യുന്നുണ്ട്, കോട്ടൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല മെറ്റീരിയലും കോഡ് സെറ്റ് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച്. കോഡ് സെറ്റ് അത്യാവശ്യം മൂവിങ്ങും ആണ്, നല്ല മൂവിങ് ആണ്. പിന്നെ കോഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ മെറ്റീരിയൽ കോട്ടൺ വരുന്നത്, അതിൽ കാന്ത പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ സ്ലീവിന്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എലാസ്റ്റിക് ആണ്. എലാസ്റ്റിക് ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അത് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട്. ഈ ഒരു അതിൽ കോഡ് സെറ്റ് കോൺസെപ്റ്റിൽ നമുക്ക് ഇത് ഒരു ഷെയ്ഡ്, ഈ ഷെയ്ഡിൽ തന്നെ പ്രിന്റ് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ 1 2 3 4 5 പാറ്റേൺ തന്നെ ഈ കോഡ് സെറ്റിൽ വരുന്നുണ്ട്. പാറ്റേൺ സെയിം ആയിരിക്കും, പ്രിന്റുകൾ വ്യത്യാസം. മെറ്റീരിയലും സെയിം ആണ്, പാറ്റേണും സെയിം ആണ്. പ്രിന്റുകൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് ഓരോരോ ഇതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും. ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പോൾ അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടിക്ക് ഉഷാറില്ലേ? ഊണയിച്ചില്ലേ? മേടിച്ചെന്നില്ലേ ഒന്നും? അപ്പോൾ ഇതും നോക്കുകയാണെങ്കിൽ 2 പീസ് ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഇത് നമ്മൾ കലംകാരി ഡിസൈനിൽ ഹാൻഡ് വർക്ക് പ്ലസ് നമ്മൾ ഈ ഒരു ലൈൻ ഡിസൈൻ. പക്ഷെ കലംകാരി എല്ലായിടത്തും അങ്ങനെ കിട്ടില്ല കേട്ടോ കാണാൻ. ഇങ്ങനത്തെ ഈ ഒരു കോൺസെപ്റ്റില് 2 പീസിലെ ഈ ഒരു വർക്ക് ചെയ്ത് വിത്ത് ഷോളോട് കൂടെ കുറവാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഒറ്റയ്ക്ക് നമുക്ക് കലംകാരി കിട്ടും, പക്ഷെ വർക്ക് വിത്ത് ദുപ്പട്ടയുണ്ട്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യാം. അതിന്റെ നല്ല കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതാ ബ്ലാക്കിലാണ്. ഇപ്പൊ ഇത് ബേസ് ഷെയ്ഡ് ബ്ലാക്ക് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് ഷോള് കൊടുത്തു. വർക്ക് ബീഡ്സും പിന്നെ ആ ഒരു മിറർ വർക്കും.
അപ്പോൾ എന്താണ് അതിന്റെ കളർ അനുസരിച്ചിട്ടോ. അപ്പോൾ അടുത്തത് എടുക്കുമ്പോൾ അതിനേക്കാളും അടിപൊളി കളർ കേട്ടോ. നല്ല ഒരു എന്താ റെഡ് മിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ബ്ലൂ ഡിസൈൻ വരുന്നത് കൊണ്ട് ബ്ലൂ ഷോൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് അപ്പോൾ 2 പീസിൻ്റെ കോൺസെപ്റ്റാണ് വരുന്നത്. പാൻറ്റ് നമ്മുടെ കയ്യിലുള്ള പാൻറ്റ് വെച്ചിട്ട് നമുക്ക് ലെഗിൻസ് ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അതും എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിൽ ഒരുവിധം മിക്ക കളേഴ്സും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാം മിക്ക കളേഴ്സും ഉണ്ടാവും ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ഓപ്ഷൻ തന്നെയല്ലേ? അതെ അതെ, ഇത് നേരത്തെ കാണിച്ചതാണ് കേട്ടോ ഈ ഒരു പീസ്. അപ്പോൾ ഇനി അടുത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക്, കാരണം ഇതിപ്പോൾ നമുക്ക് സാമ്പിൾസ് ആണ്, കുറച്ച് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് 2 പീസാണ്. ഒരു വെസ്റ്റേൺ ഗൗൺ ആണ്, ഫുൾ ഗൗൺ ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ പാക്കിങ്ങും സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് തന്നെ, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വാരി വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല, സെപ്പറേറ്റ് പാക്കിങ്ങോട് കൂടിയിട്ടായിരിക്കും. ഇതൊരു ഫുൾ ഗൗൺ അല്ലേ? സൈസ് ടൈപ്പാണ്. ഡബിൾ എക്സൽ. ഡബിൾ എക്സൽ ഉണ്ട്, ലാർജിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡബിൾ എക്സൽ സൈസാണ് വരുന്നത്. ഫുൾ ഗൗണിൽ ജോർജറ്റിന്റെ മെറ്റീരിയൽ വിത്ത് ലൈനിങ്. പിന്നെ ഈ ഇവിടെയും ഫ്രില്ലിന്റെ ഡീറ്റെയിലിംഗ് ഈ നെക്കിന്റെ പോർഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ സ്ലീവില് നമുക്ക് ബലൂൺ സ്ലീവ് ആണ്. പിന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ ഉള്ളിൽ. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്ലീവിന്റെ പോർഷനിൽ ജോർജറ്റ് ആണെങ്കിൽ ലൈനിങ് ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെയും ലൈനിങ് ഉണ്ട്, അത് സ്ലീവിന്റെ പോർഷനിൽ കേട്ടോ. അപ്പോൾ സാധാരണ എല്ലായിടത്തും ജോർജറ്റിൽ അങ്ങനെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് കുറച്ചാണെങ്കിൽ ലൈനിങ് കൊടുക്കൂല. ഓക്കെ. അപ്പോൾ ഇത് സ്ലീവിലും അതുപോലെ തന്നെ ബോഡി ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു വെസ്റ്റേൺ പീസാണ് കേട്ടോ വരുന്നത്. കളേഴ്സ് പൗഡർ ബ്ലൂ, മീഡിയം ഇല്ല, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. സൈസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ സാധാരണ നമുക്ക് കസ്റ്റമർ ഡിമാൻഡ് എല്ലാ സൈസും വേണമെന്നാണെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യും. അങ്ങനെ. അപ്പൊ ഇത് ഈ ഒരു വെസ്റ്റേൺ ടൈപ്പ് തന്നെയാണ്, ഡെനിമിന്റെ കൂടെയൊക്കെ ഇടാനും. നേരത്തെ നമ്മൾ പ്രിന്റിലാണ് ഫുൾ കണ്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്കൊരു പക്ക സോളിഡ് കളർ, പ്ലെയിൻ കളർ, നല്ല കളേഴ്സ് വരുന്നുണ്ട്. അടിപൊളി ഷെയ്ഡുകളാട്ടോ. ഒക്കെ നല്ല ഒന്നിലൊന്ന് മെച്ചമുള്ള ഷെയ്ഡ്സാണ്. ഇതാ ഇത് നോക്കുകയാണെങ്കിൽ ഇത് നല്ലത്, ഇത് നോക്കുകയാണെങ്കിൽ ഇത് നല്ലത്, ലൈറ്റ് വേണം ഡാർക്ക് വേണം, ഇതൊക്കെ നല്ല അടിപൊളി ഷെയ്ഡ്സ് ആട്ടോ. ഈ കാണുന്നതൊക്കെ പിങ്ക്, ഡസ്കി പിങ്ക് ഷെയ്ഡ്, ഓറഞ്ച്, അതുപോലെ ഈ ഒരു ഷെയ്ഡ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡുകളാണ്. ഒക്കെ വെസ്റ്റേൺ വെയറിൽ അല്ലേ? അതെ, ഇത് വെസ്റ്റേൺ വെയർ ആണ്. വെസ്റ്റേൺ വെയർ. ഇത് ഇപ്പോൾ കുട്ടികൾക്കുണ്ട്, പെൺകുട്ടികൾക്ക് നമ്മൾ ഈ ഒരു സൈസ് മാത്രം ഫോളോ ചെയ്യുന്നു. ഇപ്പൊ തൽക്കാലം ഇതാ ഉള്ളത്. വേണമെന്ന് പറയുകയാണെങ്കിൽ അതും നമുക്കൊന്ന് നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ. അല്ല, ചില ഈ 15 വയസ്സായ പെൺകുട്ടികൾക്ക് എന്ന് പറയണതേ, അവർക്ക് ചിലപ്പോൾ ഈ ലാർജ് പറ്റില്ല. അപ്പോൾ ഒരു സ്മോൾ സൈസ് വേണമെന്ന് പറയാം. അങ്ങനെ ഡിമാൻഡ് കൂടുതൽ ബൾക്കായിട്ട് വേണമെന്ന് പറയണവർക്ക് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തതും 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റിൽ വരുന്നതാണ്. ഇതൊക്കെ നല്ല സോഫ്റ്റ്, പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ യോക്കിൽ വന്നിരിക്കുന്നത് പാച്ച് വർക്ക് വെൽവെറ്റിൻ്റെ ആണ്. ഇപ്പോൾ അവിടെ ഹാൻഡ് വർക്ക് ചെയ്യുന്നില്ല, ആ ഒരു വർക്ക് പോലത്തെ ഇതുപോലെ കട്ടായിട്ട് റിങ്കിൾ റയോണിലാണ്. അതെ, അവിടെ ചെയ്തത് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒന്നിച്ചിങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ വേസ്റ്റ് വരുന്നില്ല. ഇതിലാണെങ്കിൽ സ്കാലപ്പ് ചെയ്ത ഷോളാണ് വരുന്നത് ഈ ഒരു സൈഡിൽ. അതെ, ഇതാ. അതുപോലെ ദുപ്പട്ട വരുന്നത് സെയിം ഒരു കളറാണെങ്കിൽ ഒരു കളറിൽ ഇങ്ങനെ മാച്ച് ആയിട്ട് അങ്ങനെ. പക്ഷെ ഒക്കെ പാർട്ടി വെയർ കോൺസെപ്റ്റാണ് കേട്ടോ വരുന്നത്. ഒന്നിലൊന്ന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ 2 കളേഴ്സാണ് അല്ലേ? ഇതിൽ 2 കളേഴ്സാണ് വരുന്നത്. പിന്നെ നേരത്തെ കണ്ട നമുക്ക് ആ കാന്ത പ്രിന്റിൽ തന്നെ ഇത് ജയ്പൂരി കളക്ഷനാണ്. ഇത് നമ്മൾ കോഡ് സെറ്റ് കാണിച്ചല്ലോ, നേരത്തെ കാണിച്ചത്, ഫസ്റ്റ് കാണിച്ചത്. അതിന്റെ ബൾക്ക് ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തത് ഇതേ കുറേ ഇങ്ങനെ വാരി കോരി കൊണ്ടുതന്നെ എന്ത് രസമല്ല ഇങ്ങനെ കളർ കാണുമ്പോൾ അതൊക്കെ കണ്ടോ, ഫുൾ ഹാൻഡ് വർക്ക് കാണുമ്പോൾ എന്ത് രസമാണ്, കളേഴ്സും അടിപൊളി. ഇനി ഇഷ്ടപ്പെട്ട ബ്ലാക്ക് എടുക്കട്ടെ. ഇത് 2 പീസ് പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് ശരിക്കും. ലൈനാണ്, ഇത്തിരി ലെങ്തി ആയിട്ട് കൊടുത്തേക്കാണ്. ജോർജറ്റിന് മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആണ്. നെക്കിൻ്റെ പോർഷൻ അത് കൈ വെക്കുമ്പോൾ അറിയുള്ളൂ കേട്ടോ. അതാ നെക്കിൻ്റെ പോർഷൻ ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷെ അത് അങ്ങനെ കാണുന്നില്ല, ഡീപ്പ് നെക്കൊന്നൊന്നുമല്ല, നോർമൽ നെക്ക് തന്നെ. അതിലൊരു നമുക്ക് ഡീപ്പ് നെക്ക് അല്ല, നോർമൽ നെക്ക്. ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ തന്നെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇത്ര കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതാ 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. വിത്ത് ദുപ്പട്ട അടക്കം വരുന്ന ഒരു കളക്ഷനാണ് ഇങ്ങനെ. അപ്പോൾ വിത്ത് ദുപ്പട്ടയിലും ഫുൾ പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ സ്കാലപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു പോയി ഇത്തിരി കൂട്ടി വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ചെയ്യിക്കാം. 2 സൈഡിൽ വേണേലും
ചെയ്യിക്കാം. നമ്മൾ ഷോൾ ഇടുമ്പോൾ എന്തായാലും ഒരു സൈഡാണ് കാണുക. ആഹാ. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് ചെയ്തിട്ടുള്ളത്. 2 സൈഡ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 ലെയറാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ ഈ കുറച്ചുകൂടി തിക്നെസ് കൂട്ടണം, അങ്ങനെ അതൊക്കെ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് മെറൂണിലേക്ക് പിടിക്കാം. കുറേ ആയില്ലേ ബ്ലാക്ക്. ഇത് 3 പീസാണോ? അല്ല, ഇതും 2 പീസാണ്. 2 പീസാണല്ലേ? ഓ, ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കേട്ടോ. എന്താ ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ 2 പീസ്, അതിൽ വിത്ത് ദുപ്പട്ട അല്ലേ വരുന്നത്? ഞാൻ പിടിക്കാം. ആഹാ, ഇതിൽ ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട ഇത് പ്ലെയിനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വർക്ക് കുറച്ച് ടൈം എടുക്കുന്ന, ഇത്രയും ലെങ്തി ആയിട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്ന വർക്കാണ്. അപ്പോൾ നമ്മളൊരു റേറ്റ് ഈ പറഞ്ഞ പോലെ റീസണബിൾ ആക്കാൻ വേണ്ടി ഷോള് പ്ലെയിൻ കൊടുത്തു. ഓക്കെ. ആ, അപ്പൊ ഷോളിലത്തെ വർക്ക് നമുക്ക് ഇതുമ്മക്ക് കയറ്റി അങ്ങനെ പറയാനാണെങ്കിൽ റേറ്റ് കൂടുതലായി പോകും. അതെ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഹോൾസെയിലേഴ്സുകാര് റീറ്റെയിൽക്കാരാണല്ലോ ഈ ഹോൾസെയിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് മാർജിൻ കൂട്ടി വിൽക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഷോളിൽ ചെയ്തു തരാം. അപ്പൊ അഫോർഡബിൾ റേഞ്ചിൽ ആക്കാനായിട്ട് കുറെ ചെറിയ ട്രിക്കുകളൊക്കെ ആണ് കേട്ടോ ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ ഈ 3 കളർ ഷെയ്ഡ്സ് ആണ്. ഒരെണ്ണം ബ്ലാക്ക് ആണ്, അതുപോലെ ഈ നല്ല അടിപൊളി ഒരു ചിക്കു ഷെയ്ഡാ. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ. ഇതിൽ 3 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് വർക്കിൽ. ഇനി അടിപൊളിയാണല്ലോ ഇത്. കൊണ്ടുവരുന്നതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണല്ലോ. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ? കേട്ടില്ല അടിപൊളി കളക്ഷനുകൾ തന്നെ ഉള്ളൂ. നമ്മുടെ ഷോപ്പിൽ അടിപൊളി കളക്ഷൻ ഉള്ളൂ എന്ന് കണ്ടോ. ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഇത് ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇത് പക്ക റീറ്റെയിൽ അല്ലെങ്കിൽ ഷോറൂം പോലെയായി. ഇത് അങ്ങനെയല്ല, നമുക്കൊരു ഫാക്ടറിയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കണത് കേട്ടോ. ഇതവിടെ നമ്മൾ യൂണിറ്റിൽ ഉള്ളിൽ പോയപ്പോൾ കണ്ടില്ലേ ഒരു വർക്ക് വരുന്ന ഇഷ്ടമായത്? അതിന്റെ കളർ ചേഞ്ച് ആണ്. ഒരു ഫിനിഷ് ചെയ്ത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ബ്ലാക്ക് കളർ ഉണ്ട്, ഓറഞ്ച് കളർ ഉണ്ട്, പിന്നെ ഈ ഒരു കളറും കൂടി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എന്താ സംഭവം ഇഷ്ടപ്പെടാന്നറിയോ? ചെറിയ വയറൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കെന്ന് പറയാനില്ല, എനിക്കുണ്ട്. അതുപോലെ വയറുകൾ നമ്മുടെ മലയാളികൾക്ക് ഞാനും ഉണ്ടല്ലോ വയറുള്ള കൂട്ടത്തില്. അപ്പോൾ നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ഏതായാലും ചെറിയൊരു ടമ്മി എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഫ്രില്ല് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അടിച്ചു വെച്ചോട്ടോ. ഇങ്ങനത്തെ കുറേ ചെയ്ത് വെച്ചോ. ഇതൊക്കെ നല്ല, അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നല്ല കംഫർട്ടബിൾ മെറ്റീരിയലും കൂടിയാണ്. ഇത് അടുത്തത് അടിപൊളി ജാക്കറ്റ് മോഡല്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടോ, ജാക്കറ്റ് മോഡലാണ് വരുന്നത്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നിർത്താൻ പറ്റുന്നില്ലല്ലോ. എല്ലാത്തിലും ബ്ലാക്ക് വരും. ഏത് മോഡലായാലും മാക്സിമം ബ്ലാക്ക് കൊണ്ടുവരും. ഇതിൽ ജാക്കറ്റ് മോഡലാണ് വരുന്നത് കേട്ടോ. ഇത് ജാക്കറ്റ് മോഡലിൽ നല്ല അടിപൊളി. അത് ഫുൾ സ്ട്രഗായിട്ടാണ് വരുന്നത്, സ്ട്രഗ് ടൈപ്പ് കണ്ടോ. ഇത് ഊരാൻ പറ്റുമോ? ഇത് സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഊരി കാണിക്കാം. ഒന്ന് ഊരി കാണിച്ചാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇതിങ്ങനെ സ്ലീവ്ലെസ് ഇന്നർ വരും. നമുക്ക് ഇതിപ്പോ വേറെ വേണേലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ഞാൻ ഊരി കാണിക്കാൻ പറഞ്ഞത്. കാരണം ഇതിപ്പോ നോർമലി ഇത് മാത്രമായിട്ട് ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഡെനിമിന്റെ ജാക്കറ്റോ എന്ത് വേണേലും നമുക്ക് നോർമൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള കോട്ട് പോലെ ഇടാം. ഇനി ഫുള്ള് വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ അങ്ങനെ പോവാം. അപ്പൊ പാർട്ടി വേണ്ട, സിമ്പിൾ ആയിട്ട് നമ്മൾ വെറുതെ ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇത് മാത്രമേ ഇല്ലേ. അതിനാണ് ഞാൻ ഇത് ഊരി കാണിക്കാൻ പറഞ്ഞത്. എന്നാലേ അവർക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. പക്ഷെ വർക്കിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻ, വർക്കും സൂപ്പർ. ഓരോരോ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കണ്ടോ. അതുപോലെ അതിൻ്റെ കളറാണ് ഈ കാണുന്നത്, ഒരു ഡിഫറെൻറ്റ് കളർ, ഒരു ഇംഗ്ലീഷും ഒരു ബ്ലാക്ക് എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. എപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു ടൈപ്പ് കളർ അടിപൊളിയാണ്. അതിനനുസരിച്ചിട്ടുള്ള വർക്കും അതിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു കളക്ഷൻ നോക്കിയാലോ. അടുത്തത് നോക്കുകയാണെങ്കിലും ഒക്കെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഇതിലും ഉണ്ട്. ഇതായിരുന്നു ബ്ലാക്ക്, ഞാൻ ഇട്ടിരിക്കണതും ബ്ലാക്ക്. എനിക്ക് വയ്യ, എന്താ പേര്? ഇതിൽ പറയാൻ കേട്ടില്ലേ പേര്? ജസ്ന. കൊണ്ടുവരുന്ന അടിപൊളി കളക്ഷൻസാ. അപ്പൊ വരുമ്പോ ജസ്നെ ചോദിക്കുക, ജസ്ന നല്ല നല്ല കളക്ഷൻസ് എവിടെ ഉണ്ടാവില്ലേ? അത് മതി. അപ്പൊ ഇത് പിടിച്ചോ. അടുത്ത 3 പീസിന്റെ ഒരു 3 പീസ് മീൻസ് 3 കളേഴ്സിന്റെ വരുന്ന ഒരു ഇത് 3 പീസാ 2 പീസാ? ഇത് 2 പീസാ. ഓക്കെ. അപ്പൊ ഇനി ഈ കളർ തുറന്നു നോക്കാം. നമുക്ക് ഇനി കാണിക്കാത്ത കളർ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാം കളേഴ്സ് ഇപ്പൊ ബ്ലാക്കായി ഗ്രീനായി എല്ലാതായി. ഇത് തുറന്ന് എല്ലാം കളേഴ്സ് ആയില്ലോ.
ഇത് പ്ലെയിൻ ആണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. അതുപോലെ വർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആലിയ കട്ട് മോഡൽ പോലെ മോഡൽ പോലെ ചെയ്തേക്കാം. ആലിയ കട്ടല്ല, സ്ലിം ലുക്ക് തോന്നിക്കും. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്ക് വരുമ്പോൾ അല്ലേ, ബ്രസ്റ്റിൽ സൈഡിൽ കൂടെയാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത്. പക്ഷെ എ ലൈനാണ് കുർത്തി വരുന്നത്, ആലിയ കട്ടല്ല. ആലിയ കട്ട് ആകുമ്പോൾ കുറച്ചുകൂടിയും ഇവിടെ മാത്രം നമുക്ക് ഈ ഒരു ബ്രസ്റ്റിന്റെ പോർഷനിൽ മാത്രം ഒരു സ്ലിം വരുള്ളൂ. ഇവിടെ നിങ്ങൾ മൊത്തം ഇങ്ങനെ മാക്സി പോലെ കട്ടല്ലോ. അതെ, അപ്പൊ ആ ഒരു രീതിയിൽ ആലിയ ഇടാനും ഇഷ്ടമുണ്ടാവും, എന്നാൽ ചിലവര് എടുക്കാതെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നല്ല ഓപ്ഷനാണ്. അപ്പൊ വണ്ണം അത് ഇതെല്ലാം മൈൻഡിൽ വെച്ചിട്ടാണ് ഓരോരോ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിന്റെ 3 കളർ ഓപ്ഷൻ വരുന്നുണ്ട്. ഒരെണ്ണം ഈ ഒരു, പിന്നെ ഈ ഒരു ബ്ലാക്ക് എപ്പോഴും ഉണ്ടാവും, അതിന്റെ കാര്യത്തിൽ ഒരൊന്നും പറയാനില്ല. പിന്നെ ഗ്രീൻ വരുന്നത് കേട്ടോ. ഇതൊക്കെ 2 പീസിന്റെ കളക്ഷനാണ് വരുന്നത്. അടുത്ത മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഇത് വിചിത്ര സിൽക്ക് ആണ് കേട്ടോ. കുറച്ച് ഹെവി ആയിട്ട് വരുന്നതാണ്. ഹെവി വർക്ക് മാത്രമേ ഉള്ളൂ, റേറ്റ് നല്ല കുറവ് തന്നെയാണ്. വിചിത്ര സിൽക്കിൽ വിചിത്രയില് 3 പീസിന്റെ ആണ്. 3 പീസ് ആണ്. ഓക്കെ, ഇതില് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത്, ഒലീവ് ഗ്രീൻ. സിൽക്കി മെറ്റീരിയൽ ആണ്. സ്ലീവിന് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട്. പാർട്ടി വെയർ ഫുൾ സെറ്റ് കേട്ടോ. ഫുൾ സെറ്റ്. ഇത് പാന്റ് വരുന്നുണ്ട്. ദുപ്പട്ടയുടെ ഒരു സൈഡ് ആയിരിക്കും വർക്ക് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു സൈഡിൽ അത്യാവശ്യം വർക്ക് ഉണ്ട് കേട്ടോ. അതൊരു പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ അത്ര വർക്ക് വേണ്ട, വർക്ക് ഒന്ന് കുറച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടിയും റേറ്റ് കുറച്ച് താന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്തു തരും. അതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ്. ഈ ഒരു കളറും കൂടിയും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 കളർ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഇനി ഇതിലും ഉണ്ട് ബ്ലാക്ക്. ഇനി നമുക്ക് പിങ്ക് പിടിച്ചോ. പിങ്ക് പക്ഷെ എങ്ങനെ പോയാലും ബ്ലാക്ക് കൂടുതൽ ബ്ലാക്കാ. പിന്നെ എങ്ങനെ പോയാലും കൈ പോണത് ബ്ലാക്ക് മിൽക്ക് കേട്ടോ. എല്ലാം പെണ്ണുങ്ങളുടെ കൈ പോണത് അങ്ങനെയാ. ഒരു പാകിസ്ഥാനി ഡിസൈൻ ആണ്. ഷോളിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇത് കാണിക്കുന്നത് നമുക്ക് അൺസ്റ്റിച്ചഡ് ആണോ അല്ലെ? അല്ല, ഇത് ഷോളാണ്. ദുപ്പട്ട ഇങ്ങനെ ഹെവി ആയിട്ട് പേളും ബീഡ്സ് ഒക്കെ കൂടെ വർക്ക് വന്നിട്ട്. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ പാന്റ് സെയിം ഇതിൽ തന്നെ, അതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ടോപ്പ് സിമ്പിൾ ആയിട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് ദുപ്പട്ടയില് വർക്ക് ഹെവി ആയിട്ട്. ഓക്കെ, ഇത് സ്ട്രേറ്റ് കുർത്തിയാണ് കേട്ടോ വരുന്നത്, വിത്ത് ലൈനിങ് അടക്കം. അതിൽ നടുക്കിൽ ഇങ്ങനെ ഒരു പേളുടെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇത് പക്ഷെ ദുപ്പട്ട വെക്കുമ്പോൾ ആ ദുപ്പട്ട ഒന്ന് വെച്ച് ഇതിലേക്ക്, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അത്രയും ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പാകിസ്ഥാനി ഒരു ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു. അത് ശരിക്കും നമ്മുടെ ഡിസൈൻ അല്ല, ഒരു പാകിസ്ഥാനി ഡിസൈൻ ആണിത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ അതിൽ 3 കളർ ഓപ്ഷൻ വരുന്നുണ്ട്. പിങ്കും നമ്മുടെ ലേഡീസിൻ്റെ കളർ തന്നെ, പിന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇങ്ങനെ ഓപ്ഷൻ. അപ്പോൾ വൈറ്റിലായാലും പേള് വൈറ്റ് തന്നെയാണ്. അതെ, വൈറ്റ് പേള് ബേസ് കളർ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇനി അടുത്തേക്ക് കിടക്കാം. അടുത്ത ഒരു കളക്ഷൻ നമ്മുടെ കുട്ടീനെ അന്വേഷിക്കണ്ടായിരുന്നേ. കുട്ടി അപ്പോൾ ഇപ്പം ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് വെൽവെറ്റിലാണ്. ഇതിൻ്റെ വർക്ക് കണ്ടോ? ഇതിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാവിടെയും വർക്ക് വരുന്ന ഒരു ടൈപ്പാണ് ഇത്. ഇതില് നമുക്ക് ഇതിപ്പോ നോക്കി ബോട്ടത്തിലാണ് ഈ ഒരു വർക്ക്. നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ല, തുറക്കുമ്പോഴായിട്ട് അറിയുള്ളൂ. സിമ്പിൾ അല്ല. മോളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇത് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നെക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ പറഞ്ഞാൽ നെക്കില് വർക്ക് വരുന്നുണ്ട്, സ്ലീവില് വരുന്നുണ്ട്, സ്ലിറ്റിന്റെ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതില് താഴെ വർക്ക് വരുന്നുണ്ട്. കോർണറിൽ ഫുള്ള് വന്നിട്ട് പിന്നെ വർക്കാണ്. ബോട്ടത്തിന്റെ താഴെ ആ ഒരു കാണുന്ന ഭാഗത്ത് നല്ല ഹെവി വർക്ക് ഉണ്ട്. ഷോളിലും വർക്ക് വരുന്നുണ്ട്. അപ്പൊ മൊത്തം 3 വർക്കാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് കാണുമ്പോ അപ്പൊ എന്ത് സാധനം ആയാലും വന്ന് തുറന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുമോ. ഇതിൽ നിന്ന് മനസ്സിലായില്ലേ, നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്താലാണ് അല്ലാതെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇത് വെൽവെറ്റിൽ വരുന്ന 2 കളറിൽ വരുന്ന കളക്ഷനാണ്. ഇനി ഇത് കൂടാണ്ട് വേറെയും ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് ഉണ്ട്. ഹാൻഡ് വർക്കിന്റെ നമുക്ക് ഇതുപോലെ കുറേ ഉണ്ട്. ശരിക്കും കാണിക്കുകയാണെങ്കിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് സിമ്പിൾ ഒരു ആലിയ കട്ടിങ് ഇല്ല, പാറ്റേൺ ആലിയയുടെ കൊടുത്തിട്ട് വരുന്നൊരു. അതിൽ ഹാൻഡ് വർക്ക്, ആലിയയുടെ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും എന്ന് പറയുമ്പോൾ ഇത് എ ലൈൻ കുർത്തിയാണ് വരുന്നത്. 2 കളർ ഓപ്ഷൻസ് ഇപ്പം നിലവിലുണ്ട്. ഇനിയും കളേഴ്സ് ഉണ്ടാവും, ആഡ് ചെയ്ത് ഇങ്ങനെ വരും. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ മാറ്റങ്ങൾ നമുക്ക് കാണാം ഇതിൽ. അപ്പോൾ ഇത് വിത്ത് ദുപ്പട്ട അടക്കം 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇനി
ഇനി ഒരു വെറൈറ്റി സംഭവം, ഇത് നമ്മൾ ലാസ്റ്റിലേക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇത്ര നേരം നമ്മൾ കണ്ടത് വെൽവെറ്റ്, ജോർജറ്റ് അങ്ങനെയൊക്കെയല്ല, വിചിത്ര. ഇത് കുറച്ച് ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. ഇത് ജോർജറ്റിൽ തന്നെ ഒരു സെൽഫായിട്ടൊരു ഡിസൈൻ വരുന്നതാണ്. നടുക്കിൽ പോയിരിക്കുന്ന ഒരു ഷിമ്മറി ടൈപ്പുള്ള വർക്കാണ്, അത് തുണിയോട് കൂടിയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് പാർട്ടി വെയർ ആണ്. ഇതിൽ സ്ലീവ് നമുക്ക് ഉള്ളിൽ അറ്റാച്ച് ചെയ്യാം. ഇതിനൊരു സിമ്പിൾ ഒരു ജാക്കറ്റ് വരുന്നുണ്ട്. അത് നമ്മളിതിൽ സെറ്റിൽ വെച്ചിട്ടില്ല അല്ലേ? ഓക്കെ, ഇതിൽ സെറ്റിൽ വെച്ചിട്ടില്ല. അത് നമുക്ക് ആ കുട്ടീനെ പറയണ്ട, ഇങ്ങോട്ട് വങ്ങൂടി 2 അടി തരണം സെറ്റിൽ വെക്കാത്തതിന്. പേര് ജസ്ന. സെറ്റിൽ ഞങ്ങൾക്ക് എടുത്തത് ഹസ്ബൻഡിന്റെ മോളാണ്, റിലേറ്റീവും കൂടിയാണ് കേട്ടോ. അപ്പൊ ജസ്നയാണ് നമുക്ക് ഇത്ര നേരം തന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു ജാക്കറ്റ് അത് തന്നിട്ടില്ല. അപ്പൊ അതിന് ഒരു മിസ്സിങ്, അത് ക്ഷമിക്കാം. അടുത്ത പ്രാവശ്യത്തിൽ അത് ശരിയാക്കിയോളൂ കേട്ടോ. അപ്പൊ എന്തായാലും മിസ്സിങ് വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ വീഡിയോ എടുക്കണില്ല, ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് പോവാണ്, മതിയാക്കാൻ പോവാണ്. എന്നാ ഈ ജാക്കറ്റ് ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ? അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടിയും പറയാം. ലൊക്കേഷൻ വരുന്നത് നമുക്ക് തൃശ്ശൂർ വടൂക്കരയാണ്. വടൂക്കര ഗേറ്റിന്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത ഉടനെ നമ്മുടെ ഗോഡൗൺ കാണാം. ഇനി വടൂക്കര എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു 5-10 മിനിറ്റ് ഉള്ളൂ ആകെ. എന്നുവെച്ചാൽ വടൂക്കര, അയ്യോ തൃശ്ശൂര് അവിടുന്ന് ഇവിടെ ടൗണിൽ നിന്ന് എന്തോരം ദൂരം, ഒരു പേടിയില്ല. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മാക്സിമം ഒരു 10 മിനിറ്റ് ട്രാഫിക് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത്രയും ദൂരമൊന്നും ഇല്ല കേട്ടോ. പിന്നെ റെയിൽവേ ഗേറ്റ് അടച്ചിരിക്കുകയാണെങ്കിൽ മാത്രം ഒരു പ്രശ്നം വരുള്ളൂ. അത് നമ്മുടെ കയ്യിലുള്ളതല്ല, അത് ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഗേറ്റിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വലിയൊരു വിശാലമായിട്ടുള്ള ഒരു സ്പേസ് കാണാം. റോസ. അപ്പൊ ഇവിടെ ഇനി കാലം ഉറച്ചു, ഇനി ഞങ്ങൾ ഒരിത്തിരിക്ക് പോകണില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ലൊക്കേഷൻ വരുന്നത്. സമയം വരുന്നത് രാവിലെ 9:30 തൊട്ട് രാത്രി 8 മണി, കസ്റ്റമർ ഉള്ള പോലെ. ഓക്കെ, സൺഡേസും ഓപ്പൺ ആണ് കേട്ടോ, എപ്പോൾ വേണേലും. അപ്പൊ ജസ്ന നമ്മുടെ കൂടെ ഉണ്ടാവും. ജസ്ന വരൂ. അപ്പൊ ഒരു ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്തായാലും കേട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.